ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 12 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ. ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുമാണ്. ഒന്നാമത്തെ വായനയിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴികളിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന്. നമ്മൾ പോകേണ്ട വഴികളിൽ നമുക്ക് നന്മയായിട്ടുള്ളത് ഭവിക്കുന്നത്, നന്മയായിട്ടുള്ളത് നൽകുന്നത് നമ്മുടെ ദൈവമാണ് എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് വരുമ്പോ ഈശോ കുട്ടികൾ ചന്തസ്ഥലത്തിരിക്കുന്ന കുഴലൂത്തുകാരുമായി ഇടപഴകുന്നത് പോലെ വിശ്വാസ ജീവിതത്തിൽ കുട്ടിക്കളി പാടില്ല എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കുട്ടികൾക്ക് സമാനമായ ഒരു തലമുറ ഒന്നും സീരിയസ് ആയിട്ട് അവർ എടുക്കുന്നില്ല. കുട്ടികൾ പറയുന്നത് പോലെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാതിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ പറയുന്ന കാരണം കാര്യമായിട്ടുള്ള കഴമ്പുള്ള ഒരു കാരണവും അവർക്ക് യേശുവിന്റെ മേൽ ചൂണ്ടിക്കാണിക്കാനില്ല. സുവിശേഷം പറയുന്നു, യോഹന്നാൻ ഭക്ഷിക്കാത്തവനായി പാനം ചെയ്യാത്തവനായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അവന് പിശാചുബാധയുണ്ട് എന്ന്. എന്നാൽ മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു അവൻ ഭോജനപ്രിയനെന്നും വീഞ്ഞുകുടിയനെന്നും പറഞ്ഞ നിങ്ങൾ അവനെ തിരസ്കരിക്കുന്നു. കുട്ടികളെ പോലെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് യേശുവിനെ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു തലമുറ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് കർത്താവ് വേണ്ട എന്ന് വെക്കുന്ന ഒരു തലമുറ ഇന്ന് വർദ്ധിക്കുകയല്ലേ? കുട്ടികളെ പോലെയാണോ നമ്മളും ഇന്ന് വിശ്വാസ ജീവിതത്തിൽ? ഇന്നത്തെ വിശുദ്ധ സുവിശേഷത്തിൽ കേൾക്കുന്ന കുട്ടികളെ പോലെ അവർ യേശുവിന്റെ മേൽ കണ്ടെത്തുന്ന കുറവുകളൊക്കെ യേശുവിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ തക്കതായിട്ടുള്ള കാരണങ്ങൾ ഒന്നുമില്ല. സുഹൃത്തെ, ഞാനും നീയും നമ്മുടെ തലമുറകളും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞല്ലേ ഈശോയെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? കൃത്യമായ കാരണങ്ങൾ നമുക്ക് പറയാനില്ല. എന്തൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ യേശുവിനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ലേ? ഈ ഒരു ആഗമന കാലത്തിലായിരിക്കുമ്പോ ഒന്നാമത്തെ വായനയോട് പറയുന്നു, നന്മയായിട്ടുള്ളത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിന്റെ ദൈവത്തിലൂടെ മാത്രമാണ് എന്ന്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴി നടത്തുന്നത് നീയാണെന്നും നന്മയായിട്ടുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിന്നിലൂടെയാണെന്നും പലപ്പോഴും കുട്ടികളെ പോലെ ഞങ്ങൾ വിശ്വാസ ജീവിതത്തെ വളരെ കളിത്തമാശയായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ വചന പാരായണമില്ലായ്മയും വിശുദ്ധ ബലികളിലൊക്കെ
പൂർണ്ണമായ പങ്കാളിത്തമില്ലായ്മയും ഉദാശപരമായ ജീവിതത്തെയൊക്കെ ഞങ്ങൾ പലപ്പോഴും ബാലിശമായിട്ട് കണ്ടു. ഞങ്ങളുടെ ജീവിതത്തിലെ അതിപരിചയങ്ങൾ പലപ്പോഴും നിന്റെ ഉദാശകർമ്മങ്ങളെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ വേണ്ട രീതിയിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് പറ്റാതെ പോയി ഈശോയെ. അങ്ങോട്ട് ക്ഷമിക്കണം ഈശോയെ. ബലഹീനതയുടെ മധ്യത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെ നമുക്ക് ഓർക്കാം. പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്. പരീക്ഷയിൽ ഉന്നതമായ വിജയമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ. നഴ്സിംഗ് പരീക്ഷ എഴുതുന്നവരുണ്ട്, യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, അതുപോലെ മറ്റു പല പ്രൊഫഷണൽ കോഴ്സുകളിൽ പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട് ഈശോയെ. എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വ്യവസായ മേഖലകളെ, കച്ചവട സ്ഥലങ്ങളെ, സ്ഥാപനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടബാധിതയാൽ വിഷമിക്കുന്ന മക്കളെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈശോയെ. പ്രത്യേകമായിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെ ഈശോയെ ഉദരഫലം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ നീ ഇടപെടണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.